ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മുടങ്ങിപ്പോയ അമ്മയുടെ ചെക്കപ്പ്, കണ്ണിന്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്, കണ്ണാശുപത്രിയിൽ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ദാണ്ട ഈ ആക്റ്റീവ ഒന്ന് സർവീസിന് കൊടുക്കണം. സർവീസ് കഴിഞ്ഞതാണ്, ആനുവൽ സർവീസ് കഴിഞ്ഞു, പക്ഷെ സർവീസ് അല്ല, ഇതിന്റെ ഹോൺ വർക്കിംഗ് അല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് സർവീസിന് കൊടുക്കണം. പിന്നെ അപ്പോൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് അച്ഛന് ഈ ഓട്ടോ ഗിയർ വണ്ടി ഓടിച്ച ശീലമില്ലെന്ന് പറഞ്ഞേ. അപ്പൊ അച്ഛന് 2 വീലർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതും കൊണ്ട് നേരെ അച്ഛൻ സർവീസ് സ്റ്റേഷനിലോട്ട് വരും. ഞങ്ങള് കാറിൽ നേരെ നിറമൺകര ഹോണ്ടയുടെ ഷോറൂമിൽ പോകും. ഷോറൂമിൽ പോയിട്ട് ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയാ പ്രൊസീജിയർ എന്നുള്ള അറിഞ്ഞുകൂടാ. വലിയ പ്രൊസീജിയർ കാണത്തില്ല, കാരണം നമുക്കിപ്പം ഹോൺ മാത്രം ശരിയാക്കാൻ മതി. ആനുവൽ സർവീസ് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞതാണ്. പക്ഷെ ആനുവൽ സർവീസ് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വണ്ടിക്ക് ഹോണും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് ശരിയാക്കണം. അപ്പോൾ ഞങ്ങൾ നേരെ ഇന്ന് കാറിനാണ് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് നിറമൺകര വണ്ടി കൊടുത്തേച്ച് അച്ഛനെയും കൂടെ കയറ്റിക്കൊണ്ട് നേരെ കണ്ണാശുപത്രിയിലോട്ട് പോകും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് കണ്ടില്ലേ, ഞാൻ എടുത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത്. കണ്ട, ഇത് കൊമാക്കി എന്നാണ് ഇതിന്റെ പേര്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തു. ഞാൻ എടുത്ത് ഏകദേശം ഒരു 2 വർഷം വരെ ഓടിച്ചു കറക്റ്റായിട്ട്. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഏകദേശം 1,48,000 രൂപയായി വണ്ടി വില തന്നെ. അത് കഴിഞ്ഞിട്ടെല്ലാം കൂടെ റോഡിൽ ഇറക്കി വന്നപ്പോഴത്തേനും ഏകദേശം ഒരു 55 രൂപയുടെ അടുപ്പിച്ചായി. പക്ഷെ അതിനൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാനെടുത്ത് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിന് കംപ്ലൈൻറ്റ് തുടങ്ങി. ഇപ്പം അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ ഉണ്ടല്ലോ, നമ്മളെ കുത്തി കണക്ട് ചെയ്യുന്നത്, ആ സാധനം അടിച്ചുപോയി. ഞാൻ അവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് അവന്മാർ 2-3 വർഷത്തെ ഗ്യാരണ്ടി, അത് കഴിഞ്ഞ് 5 വർഷത്തെ പിന്നെ എന്താ വാറണ്ടി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വണ്ടി എടുത്തത്. പക്ഷെ ഒരു പ്രയോജനമില്ല ഗൈസ്. കാരണം വണ്ടി ബാൻ ചെയ്തുകൊണ്ട് നമുക്കിത് എവിടാ ചെന്ന് പരാതിപ്പെടേണ്ടിയെന്നോ എവിടാണിത് സംസാരിക്കേണ്ടതെന്നോ ഒന്നും അറിയാൻ വയ്യ. ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുക. എന്തായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും നോക്കണം വണ്ടിയുടെ കേസിൽ. ഞാൻ ഇനിയിപ്പോൾ ഈ അഡാപ്റ്റർ വാങ്ങിച്ചു വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത്, അഡാപ്റ്റർ വാങ്ങിക്കണമെങ്കിൽ അവർ പറഞ്ഞാൽ 6,000 രൂപ ചിലവാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ വാങ്ങിക്കുന്നില്ല. ഇന്നിപ്പം കണ്ണാശുപത്രി പോയിട്ട് വന്നിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് തിങ്കളാഴ്ച പോയിട്ട് നമുക്ക് ഈ അഡാപ്റ്റർ ഒന്ന് വാങ്ങിക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. കാരണം ഇരുന്ന് ബാറ്ററി വല്ലതും ബഡ്ജ് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വല്ലതും വന്നാലേ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എന്തായാലും കണ്ണാശുപത്രി പോയിട്ട് വരട്ടെ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കണ്ണാശുപത്രിയിലോട്ട് പോവാം. ആണാ അച്ഛൻ എങ്ങനെ ആക്റ്റീവായി പോകാൻ തുടങ്ങും. പോട്ടെ. ഇനിയിപ്പം നേരെ നിറമൺകര ചെന്നിട്ട് അവിടെ വണ്ടി സർവീസിന് കൊടുക്കണം. ഒത്തിരി കാലമായി ഓടിച്ചിട്ടില്ലേ അച്ഛൻ? അച്ഛൻ 2 വീലർ ഓടിച്ചിട്ട് ഒരുപാട് കാലമായി. ഇവിടുന്ന് പോയതെന്ന് ഞാനും ഓർക്കുന്നില്ല. 19 ഞാൻ അവിടെ പോയി, ഞാൻ പോയി. 19 പോയി, 19 മുതൽ 5 കൊല്ലമായി. 5 കൊല്ലമായി ഇപ്പൊ അച്ഛൻ 2 വീലർ ഓടിച്ചിട്ട്. അപ്പൊ പോട്ടെ. അച്ഛന് വഴി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛന്റെ പുറകെ പോവാം. നമ്മളങ്ങനെ നിറമൺകര ഹോണ്ടയുടെ സർവീസ് സെന്ററിലെത്തി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടി ഒന്ന് കൊടുത്തേച്ച് നേരെ നമുക്ക് ആശുപത്രിയിലോട്ട് പോകണം. അതാണ് ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത അത്യാവസ്ഥ കാര്യം. നമ്മൾ ആക്റ്റീവ ഷോറൂമിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ ഏകദേശം 113 വണ്ടികളാണ് ഇന്ന് സർവീസിന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇന്ന് സർവീസിന് പറ്റത്തില്ല. അതുകൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ട് പോന്നു. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ കണ്ണാശുപത്രി വന്നു. വണ്ടി റോഡ് സൈഡ് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി എടുത്തുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കണ്ണാശുപത്രി വന്നിട്ടുണ്ട്. കണ്ണാശുപത്രി ഞാൻ അവരെ താഴെ ഇറക്കിയിട്ട് പാർക്കിംഗ് ഏരിയയിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ നേരെ അവരുടെ അടുത്തോട്ട് പോട്ടെ. കണ്ണാശുപത്രിയിലെത്തി. പക്ഷേ ഈ പറയത്തക്ക തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എങ്കിലും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് എടുത്തേ റെഡിയാക്കിയൊക്കെ വരാനായിട്ടൊരു ശകലം താമസം. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുക ഞങ്ങളെല്ലാവരും. ഞങ്ങളങ്ങനെ കണ്ണാശുപത്രി ഇരിക്കുകയാണ്. ഗൈസ്, ആശുപത്രിയിലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അമ്മയുടേത് വേറെ പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ ചെക്കപ്പിൽ എല്ലാം ക്ലിയറായി, വേറെ വിഷയമൊന്നുമില്ല. ഇനിയിപ്പം മരുന്ന് ഒഴിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു, ഡോക്ടറെല്ലാം പറഞ്ഞു തന്നു. പക്ഷേ ചെറിയൊരു വിഷയമുള്ളത്, അമ്മയുടെ ചെക്കപ്പിനോടൊപ്പം അച്ഛൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കണ്ണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അച്ഛൻ്റെ ഇടത്തെ കണ്ണിന് കാറ്ററാക്റ്റ് ആയി. അപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ നല്ല തിമിരമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി അച്ഛൻ്റെ കണ്ണും ഓപ്പറേഷൻ ചെയ്യണം, വലിയ താമസമില്ലാതെ. അതായത് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. വലിയ താമസമില്ലാതെ അച്ഛൻ്റെ കണ്ണും കാറ്ററാക്ട് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം. അതായത് ഇനി വെച്ചോണ്ടിരുന്നാൽ ശരിക്കും ഈ കീ ഹോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഓട്ടത്തിനുള്ള സമയമായി. അച്ഛൻ്റെ വലത്തെ കണ്ണ് ശരിക്കും ചെയ്തതായിരുന്നു, അത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തായാലും ഇടത്തെ കണ്ണൂടെ ചെയ്യണമെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ എന്തായാലും അവർ താഴെ കാത്തിരിക്കുന്നു. നേരെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും 2 വീലർ എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. അച്ഛന് വണ്ടി കൊടുക്കാമെന്ന് വെച്ച്. കാരണം ഇനിയിപ്പോൾ എനിക്ക് 2-3 കടകളിലും അത്യാവശ്യം ബാങ്കിലും ഒക്കെ ഒന്ന് കയറണം. അപ്പോൾ ഇവർ നേരെ വീട്ടിൽ പോയിക്കോട്ടെ. ഞാനിവിടെ നിർമ്മങ്കരയിൽ നിന്ന് എൻ്റെ ഇത് ഹോണ്ടയുടെ ഷോറൂമാണ്, ഞാൻ മുമ്പേ നിർത്തിയ സ്ഥലം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്തോണ്ട് ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ അച്ഛൻ നേരെ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോയി കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഓട്ടപ്രദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടില്ല. ഇന്ന് ഇലക്ഷൻ റിസൾട്ടൊക്കെ അറിയില്ലേ, പാലക്കാട് അതുപോലെ തന്നെ വേറെ എവിടെയൊക്കെ സ്ഥലത്ത് 3 ഇലക്ഷൻ നടക്കല്ലേ, വയനാട്. അപ്പോൾ എന്തായാലും ചേലക്കര 3 ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഇവിടുത്തെ ഒന്നും റിസൾട്ട് അറിയാൻ TV വെക്കാമെന്ന് പ്രത്യേകമൊന്നുമില്ല, കറണ്ടില്ല. വന്നപ്പോഴേ കറണ്ട് പോയി, വന്നു കഴിഞ്ഞപ്പോൾ കറണ്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ കുത്തിയിരിക്കുക, എനിക്ക് കിടന്ന് ഉറങ്ങാം കുറച്ച് നേരം, ഒന്ന് മയങ്ങിയിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. നമ്മുടെ ബെല്ലക്കുട്ടൻ ഇത്ര നേരം നമ്മൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം അവനെ അങ്ങോട്ട് അഴിച്ചു വിട്ടു. അവൻ്റെ കുസൃതി ഞാൻ കാണിച്ചു തരാം. കണ്ട ഇവരെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ തൻ്റെ കാലിൻ്റെ ഇത് കാറിൻ്റെ വീലിൽ വന്നിട്ട് തണ്ട മൂത്രം ഒഴിച്ച് വെച്ചിരിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ചട്ടമ്പി. ഇത് ഈ വീലിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും റിമ്മ് ദ്രവിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ആരാണ്ട് വന്നിരുന്ന് പറഞ്ഞു. നീ ഇപ്പോൾ അത് മാറ്റണം ഇനി എന്തായാലും. ഇവൻ്റെ ആ ഒരു ശീലം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുകൊണ്ട് 2 ടയറിൻ്റെയും വീലിൻ്റെ അവിടെ വന്നിട്ട് ശൂഷു ഒഴിച്ചു വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആശാന്. കണ്ട, ഇത് രാവിലെ ഒഴിച്ചതാണ്. ഇതിപ്പോൾ അഴിച്ച് വിട്ട ഉടനെ വന്ന് ഒഴിച്ചാണ് ഇപ്പുറത്തെ വീലിൻ്റെ. ഇനിയിപ്പോൾ നോക്കട്ടെ, അത് മാറ്റാൻ എന്തെങ്കിലും ഒരു കടുങ്കൈ നമ്മൾ ഒപ്പിച്ച് വെച്ചേ പറ്റുള്ളൂ. ഓടി നടക്കുക, ഇത്ര നേരം കെട്ടിയിട്ടെൻ്റെ. പിന്നെ ഞാൻ വേറൊരു വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നട്ട വാഴയുണ്ടല്ലോ, അന്ന് നല്ല രീതിയിൽ കിളിച്ച് വന്ന വാഴ, ഇതാ അത് കംപ്ലീറ്റ് കരിഞ്ഞു പോയി. അതെന്താ സംഭവിച്ചതെന്നുള്ള അറിയത്തില്ല. ഞാൻ അന്ന് കൃഷിഭവനിൽ നിന്ന് ഒരാൾ ഇവിടെ കൊണ്ട് തന്ന വളമുണ്ടല്ലോ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇട്ടത് കൂടിപ്പോയതാണോ അതോ ആ വളത്തിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വാഴ കംപ്ലീറ്റ് കരിഞ്ഞു പോയി. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ വാഴ, അതിനും ഞാൻ വളം ഇട്ടായിരുന്നു. അതിന് എന്തെങ്കിലും സംഭവിച്ചോ എന്തോ അറിഞ്ഞുകൂടാ. അതൊരുമാതിരി കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അതിനൊരു ഊർജ്ജസ്വലത ആയിട്ടില്ല. കണ്ട, രണ്ടും കിളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ബെല്ലക്കുട്ടൻ ഇറങ്ങി ചാടി. അവൻ ഇനി അടുത്ത പരിപാടിയുമായിട്ട് ഇങ്ങനെ കളിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. എൻ്റെ അമ്മോ ഒന്നും പറയണ്ട ചട്ടമ്പി. ഇവിടെ വേടാ, ബെല്ലക്കുട്ടാ ഇവിടെ വന്നേ. വേണ്ടേ, അവൻ ആദ്യമായിട്ട് ആ ഭാഗത്തോടൊക്കെ പോന്നെ കേട്ടോ. ഇങ്ങനെ മണപ്പിച്ച് നടക്കുക. ഓ താഴോട്ടങ്ങ് ഇറങ്ങി. എനിക്ക് തോന്നുന്നത് അവൻ അപ്പിയിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതിന് വേസ്റ്റ് വല്ലതും താഴെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണോ താഴെ ഇറങ്ങിയെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും കുറച്ച് ക്ലൗഡി ആയിട്ട് കിടക്കുക, അതുകൊണ്ട് വലിയ ശല്യമില്ല. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്തോ. ചെറിയ ചൂടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ കറണ്ട് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബെല്ലക്കുട്ടൻ്റെ ഉറക്കം കണ്ടില്ലേ. ആശാന് നമ്മളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് കിടന്ന് സുഖമായിട്ട് ചെറുക്കം കിടന്ന് ഉറങ്ങിക്കോളും. നമ്മളാരും ഇല്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വരുണ്ട് നടക്കും. ആശാൻ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ജെഡിവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം,
ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ.